നമ്മളെ കോഴ്സിൻ്റെ ആകത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാക്ക് ടെക് ഗെയിൻസ് എന്നുള്ളതാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളെ എന്ത് ചെയ്യുക, ക്രാക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കയറുക എന്നുള്ളതാണ് നമ്മളെ എയിം. അപ്പോൾ അത് കുറച്ച് ടഫായിരിക്കും, ഹാർഡായിരിക്കും, അത്ര ഈസി ആയിക്കോണമെന്നില്ല. ഓക്കെ, ബട്ട് സ്റ്റിൽ നമ്മൾ അതിനുള്ള മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പം 6 മാസം കൊണ്ടാവാം, ചിലപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾ കയറാൻ പറ്റും, അല്ലെങ്കിൽ 1 വർഷം 2 വർഷം. ഇനി ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങൾക്ക് വ്യത്യസ്ത പാരാമീറ്റേഴ്സ് അതിൻ്റെ അകത്തുണ്ട്. അതെല്ലാം നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക, മാക്സിമം എഫേർട്ട് എടുക്കുക, നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഏതൊക്കെ കമ്പനീസാണ്? ഗൂഗിൾ, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഊബർ, അങ്ങനെയുള്ള ടോപ്പ് കമ്പനീസ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ബട്ട് സ്റ്റിൽ ടോപ്പ് 100 കമ്പനീസ്, ടോപ്പ് 200 കമ്പനീസ് നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. അതിൽ ഏറ്റവും കൂടുതൽ സാലറി നൽകുന്ന കമ്പനീസ് നമ്മൾ അവരുടെ മാതൃക ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. റെഡി? അപ്പം വെൽക്കം ടു ക്രാക്ക് ടെക് ഗെയിൻസ്. നമുക്ക് വേണ്ട സ്കിൽസ് ഈ പറയുന്നതൊക്കെയാണ്. പ്രോഗ്രാമിംഗ് പ്രൊഫീഷ്യൻസി എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്. അപ്പോൾ അതിൽ കൂടുതൽ ലാംഗ്വേജ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഫീഷ്യൻ്റ് ആയിട്ട് ചെയ്യണം. നോർമലി വരുന്നത് ജാവ, സി പ്ലസ് പ്ലസ്, പൈത്തൺ, ഇങ്ങനെയൊക്കെയുള്ള ലാംഗ്വേജസ് വരാം. പിന്നെ നമുക്ക് വേണ്ടത് ഡാറ്റ സ്ട്രക്ചേഴ്സ് നൽകുന്നതാണ്. നിങ്ങൾ കോഴ്സ് പഠിച്ചപ്പോൾ പല സമയത്ത് പഠിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ UG കോഴ്സിൻ്റെ അകത്തും PG കോഴ്സിനൊക്കെ ഒരു പക്ഷെ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസാണ് വേണ്ടത്. ഡാറ്റ സ്ട്രക്ചർ നൽകുന്നതാണ് വേണ്ടത്. പിന്നെ സിസ്റ്റം ഡിസൈൻ, എങ്ങനെയാണ് ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ, സിസ്റ്റം ലൈക്ക് ട്വിറ്റർ, വാട്സപ്പ്, ഫേസ്ബുക്ക്, അതിൻ്റെ അകത്തൊക്കെയുള്ള എങ്ങനെയാണ് അൽഗോരിതം വർക്ക് ചെയ്തത്, ഗൂഗിളിൻ്റെ അകത്തുള്ള സെർച്ചിങ് അൽഗോരിതം എങ്ങനെയാണ്, ഇൻഡെക്സ് എങ്ങനെയാണ്, ഗൂഗിൾ ഡ്രൈവിൻ്റെ അകത്ത് എങ്ങനെയാണ്, അതിൻ്റെ അകത്തല്ല എങ്ങനെയാണ് നിങ്ങളുടെ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അത് ക്രാക്ക് ചെയ്യും, എങ്ങനെ നിങ്ങളത് ഡിസൈൻ ചെയ്യും. അറ്റ് എ ടൈം ഒരുപാട് യൂസേഴ്സ് ഉണ്ടാവും, അപ്പോൾ ലോഡ് ബാലൻസ് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതാണ് അവിടെ വരിക. പിന്നെയുള്ളത് കോഡിംഗ് പ്രാക്ടീസാണ്. റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രോഗ്രാമിംഗ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് ലീഡ് കോഡ്, ഹാക്കർ റാങ്ക്, അങ്ങനെയൊക്കെയുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ആ പ്ലാറ്റ്ഫോംസിൽ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് വേറെ ഓപ്ഷൻ, മെയിൻ ഓപ്ഷൻ. റെഡി? ഇത് നമുക്കുള്ളത് മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതിലൊക്കെ പ്രൊഫീഷ്യൻ്റ് ആവുന്നുള്ളതാണ്. അതിൻ്റെ ബേസിക്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ എന്ത് ചെയ്യുക, കൂടുതൽ അതിൻ്റെ അകത്ത് വർക്കൗട്ട് ചെയ്യുക. പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾസാണ് നമുക്ക് ആവശ്യമുള്ളത്. ആ ലൈഫ് സൈക്കിൾസിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് അനലൈസ് ചെയ്തിട്ട് അതിനെ ഡോക്യുമെൻറ്റ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്ത് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക. അങ്ങനെയുള്ളൊരു സൈക്കിളാണ് അവിടെ വരിക. പിന്നെ വേർഷൻ കൺട്രോൾ സിസ്റ്റംസ് ആണ്. നമ്മൾ ഗിറ്റ് പോലെയുള്ള ഗിറ്റിൻ്റെ ഒക്കെ ഒരു പ്രത്യേക ഒരു സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ കോഡിൻ്റെ പുഷ് ചെയ്യുന്നു, അതിൻ്റെ സേവ് ചെയ്യുന്നു, അതിൻ്റെ വേർഷൻ നമ്മൾ കോഡിൻ്റെ ചേഞ്ച് ചെയ്യുമ്പോൾ ഹയർ വേർഷനിലേക്ക് വേർഷൻ 1, വേർഷൻ 2, വേർഷൻ 3 അങ്ങനെ മാറ്റിയിട്ട് പോകും. അങ്ങനെയുള്ള വേർഷൻ കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കണം. കാരണം എല്ലാവരും നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ വളരെ ആവശ്യമാണ്. പിന്നെ ആവശ്യമുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. നമ്മളെ സോഫ്റ്റ്വെയറുകൾ വെബ് സോഫ്റ്റ്വെയറുകളായിരിക്കും. അധികം സെർവറിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതെല്ലാം അപ്ലോഡ് ചെയ്യും. അതിൻ്റെ അകത്തുനിന്നാണ് എന്ത് ചെയ്യുക, യൂസേഴ്സ് ആപ്പിലേക്ക് എന്ത് ചെയ്യുക, അവരുടെ ഡയറി കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരിക. പിന്നെ വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നമുക്ക് നല്ല ലാംഗ്വേജ് സ്കില്ല് വേണം. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം വൃത്തിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അത് ലാംഗ്വേജ് മാത്രമല്ല, ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നന്നായി വരച്ചിട്ട് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇൻ്റർവ്യൂവർ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ കോഡ് ചോദിക്കുകയാണെങ്കിൽ കോഡ് നമ്മൾ എഴുതിയിട്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള സംഗതികൾ വരിക. പിന്നെയുള്ളത് പ്രോബ്ലം സോൾവിങ് മൈൻഡ് സെറ്റാണ്. അനാലിറ്റിക്കൽ തിങ്കിങ് ആൻഡ് എ മെത്തഡോളജിക്കൽ അപ്രോച്ച് ടു ട്രബിൾ ഷൂട്ട്. അതായത് നമ്മൾ സിമ്പിൾ പ്രോബ്ലംസ്, നമ്മൾ കടങ്കഥകളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും മുന്നേ ചെറിയ പ്രായത്തിലൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ കടങ്കഥകളൊക്കെ സോൾവ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ടെക്നിക്ക്, ഒരു 10ാം ക്ലാസ്സിലെ ശരിക്കും ഒരു നോളേജ് മതി, മാത്തമാറ്റിക്കൽ നോളേജ് മതി. പക്ഷെ അതിൽ നമുക്ക് എന്ത് പ്രോബ്ലം തന്നാലും അതിന് സൊല്യൂഷൻ കണ്ടെത്താനുള്ള പല വഴികളുണ്ടാവും. അപ്പോൾ അങ്ങനെ വഴികളിലൂടെ ആലോചിച്ച് അത് ഇക്വേഷനാക്കി മാറ്റി. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ UG പ്രോഗ്രാമിലൊക്കെ, നിങ്ങളുടെ ഡിഗ്രി പ്രോഗ്രാമിലും BTech പ്രോഗ്രാമിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും മാത്തമാറ്റിക്സ് നോർമലി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മാത്തമാറ്റിക്കൽ തിങ്കിങ് ക്യാപ്പബിലിറ്റി ഉണ്ടെങ്കിൽ ഒരു പ്രോബ്ലം തന്നാൽ, സിമ്പിൾ പറഞ്ഞാൽ ഒരു കിലോ 2 കിലോ ആപ്പിളിൻ്റെ എത്രയാണ് വില, അപ്പോൾ 1 കിലോ ആപ്പിൾ അല്ലെങ്കിൽ 1/2 കിലോ ആപ്പിളിന് എത്ര വിലയായിരിക്കും, അല്ലെങ്കിൽ 1 കിലോൻ്റെ അകത്ത് ഇത്ര ആപ്പിളുണ്ട് ആവറേജ്, അപ്പോൾ ഇത്ര ആപ്പിളിൻ്റെ എത്ര വിലയായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ, അങ്ങനെയുള്ള ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ പറ്റണം. അവിടെയാണ്
പ്രോബ്ലം സോൾവിങ് മൈൻഡ് സെറ്റ് വരിക. പിന്നീട് കൾച്ചറൽ ഫിറ്റ് ആൻഡ് ടീം വർക്കാണ്. അതും കമ്പനികൾ വളരെ നന്നായിട്ട് നോക്കും. ബിഹേവിയർ ആസ്പെക്റ്റുകൾ നോക്കും. നിങ്ങൾ ആ ടീമിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ അവരായിട്ടെല്ലാം കോപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റുമോ, നിങ്ങളുടെ ബിഹേവിയർ ഓക്കെ ആണോ, നിങ്ങൾ അഗ്രസീവ് ആണോ, അതല്ല നിങ്ങൾ ഓവർ കാമാണോ, അതല്ല നിങ്ങളൊരു കാര്യം ഏൽപ്പിച്ചാൽ നിങ്ങൾക്ക് അവരായിട്ട് കൊളാബറേറ്റ് വർക്ക് ചെയ്യാൻ പറ്റുമോ. വലിയ കമ്പനീസ് ആ ടീമിലേക്ക് കൊടുക്കുന്ന സമയത്ത് അവർ ഒരുപാട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഘട്ടമായിട്ടുള്ള അവരുടെ ടീമായിട്ടുള്ള ഇൻട്രാക്ഷനും കാര്യമൊക്കെ ഉണ്ടാവും. ചില കമ്പനീസ് ഹയറിംഗ് മാനേജേഴ്സും അവരുടെ ടീമാണത് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ കാരണം നിങ്ങൾ വർക്കിലേക്ക് എടുത്തു, നിങ്ങളെല്ലാ സ്കില്ലും ഉണ്ട്, പക്ഷേ നിങ്ങളുടെ ബിഹേവിയർ എന്ത് ചെയ്യുന്നത് പറ്റുന്നില്ല, അവർക്ക് കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർക്കും അത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഓക്കെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് മേജർ സ്കിൽ സെറ്റുകളായിട്ട് എന്ത് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കമ്പനീസിലേക്ക് കയറാൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ബ്ലോക്കുകളായിട്ട് നമ്മൾ തിരിച്ചിട്ട് എന്ത് ചെയ്യും, അത് ഡിസ്കസ് ചെയ്യും. എല്ലാവരും ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ.